ചെയ്തു സുജിത് ഖാൻ എന്ന് പറയുന്ന ആ ലീഡർ. അപ്പോൾ അത് എനിക്ക് ഉണ്ടാക്കിയത് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മനോഭാവത്തിൽ വന്നതല്ല. കഴിഞ്ഞ 11 വർഷം ഈ ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പം ഞാനെന്ന ചെറുപ്പക്കാരൻ പക്വതയുള്ള ഒരു ഡയറക്റ്റ് സെല്ലറായി മാറിയത് കൊണ്ട് കിട്ടിയതാണ്. ആണോ അല്ലയോ? പല ആളുകളും നമ്മളെ ടീമിനകത്ത് തന്നെ പല ആളുകളും പറയുന്നു, എന്തിനാ ഇത്രയും ട്രെയിനിങ്സ്, എന്തിനാണ് ഇത്രയും നോളജുകൾ? എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനാണ് നോളജ്. ഞാൻ ഇന്ന് ഇൻഡസ്ട്രിക്കകത്തല്ലേ, ഞാൻ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് അല്ലേ, അടുത്ത വർഷം ഞാൻ ബ്ലാക്ക് അല്ലേ, അതിനടുത്ത വർഷമോ 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ റോയൽ അല്ലേ, ക്രൗൺ അല്ലേ? ഈ ട്രെയിനിങ്ങുകളാണ് എന്നെ അടിയുറച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. ടീം SK ആണ്, സുജിത് ഖാൻ ആണ്, വൈബ്രന്റ് വിവയാണ്. ഇത് നമ്മളൊന്ന് അറിയണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. കാരണം ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ളതൊന്നും മറ്റു ഓർഗനൈസേഷൻ്റെ കയ്യിൽ ഇല്ല. നമ്മളുടെ കയ്യിൽ ഇല്ലാത്തൊരൊറ്റ കാര്യമാണ്. കഴിഞ്ഞ 4 മണിക്കൂർ നേരം സുജിത് ഖാൻ സാർ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചില്ലേ? ഇതിനു മുമ്പ് നമ്മൾ ചിന്തിക്കാൻ കിട്ടിയ അവസരത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ചില്ലേ? ഇത് നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കാൻ പോകുന്നത് വലിയ സക്സസ് ആണ്, വലിയ മാറ്റമാണ്. കൺമുമ്പിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പോർഷെ, സുജിത് സാർ ഇവിടെ നമ്മളോട് പറഞ്ഞു പോർഷെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷം മുമ്പ് സുജിത് സാർ പറയുന്ന കാര്യമാണ് പോർഷെ 911, പോർഷെ 911. അർജുൻ കൊച്ചിയിലൂടെ വന്നെടുത്ത് പോകണം. അത് ദുൽഖർ സൽമാന് മാത്രമല്ലല്ലോ, നമുക്കും പറ്റുമല്ലോ എന്ന് പറയുന്ന കാര്യമാണ്. ആദ്യം കേൾക്കുമ്പോൾ ഞാനും ചിന്തിച്ചത് ശരി. ഇപ്പം അത് വന്ന് എനിക്ക് ഉറപ്പുണ്ട് അടുത്ത വർഷം കൊച്ചിയിൽ പോർഷെ വരും. കറക്റ്റ് അല്ലേ? അങ്ങനെ സുജിത് സാർ പോർഷെ എടുത്താൽ ഉറപ്പല്ലേ നമ്മളുടെ കോൺഫിഡൻസ് എവിടേക്ക് എത്തി? അപ്പോൾ ആ വണ്ടി നമുക്കും വാങ്ങിക്കാൻ പറ്റും. അതായത് ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ ലഭിക്കാത്ത കാര്യം, വിജയിക്കാൻ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് മുമ്പിൽ കാണിച്ചു തന്ന് നമുക്കൊരു റോൾ മോഡലാക്കി മാറ്റി നിർത്താൻ പറ്റിയ ലീഡേഴ്സ് ഇല്ല. ദൈവം സഹായിച്ച് നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്ന 40 പേരും വി ആർ ബ്ലസ്ഡ് പീപ്പിൾ. കാര്യം എന്താ? നമുക്ക് മുമ്പിൽ ഒരു റോൾ മോഡൽ ഉണ്ട്. മനസ്സുകൊണ്ട് അംഗീകരിച്ച് നമ്മൾ 100 പുസ്തകങ്ങളൊന്നും വായിക്കണ്ട. ഞാൻ പറയും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ, വിവാ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒരൊറ്റയാളെ പഠിച്ചാൽ മതി. അത് സുജിത് ഖാൻ എന്ന് പറയുന്ന എൻ്റെ ഈ ബെഞ്ചറാണ്. ആത്മാർത്ഥമായിട്ട്. കാര്യം എന്താ? എൻ്റെ ലൈഫിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒക്കെ ലൈഫിൽ അത് സ്വാധീനിക്കും. അത് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഒരു തവണ ഈ വഴി നടക്കാൻ തയ്യാറാവണം. എത്ര കാലം? ഒരു 52 ആഴ്ചയെങ്കിലും നമ്മൾ ഈ വഴി ഒന്ന് നടന്നാൽ നമുക്ക് മനസ്സിലാകും ചവിട്ടി നിൽക്കുന്ന മണ്ണ് എത്ര പുണ്യഭൂമിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്കറിയില്ല, അപ്ലൈനെ മാറ്റിയത് കൊണ്ട് നമ്മൾ മാറില്ല, ടീം മാറിയത് കൊണ്ട് നമ്മൾ മാറില്ല. അവനവനൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി, അർജുൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്. ഇൻഡസ്ട്രിവ, ടീം SK എവിടെ നിൽക്കുന്നു? ഈ തിരിച്ചറിവ് കുതിക്കാൻ എന്നെ പ്രേരിപ്പിക്കും. ശരിയാണോ? ഇതാണ് എനിക്കിപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു ഫീൽ ഞാൻ എക്സ്പ്രസ് ചെയ്യണം. കാരണം എത്രയോ ആളുകൾ 10 ലക്ഷത്തിൽ വന്ന്, ചില ആളുകളുടെ വണ്ടി അവിടെ നിൽക്കുകയായിരിക്കും, ചില ആൾ ആ ഗിയറൊന്ന് മാറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടുകയായിരിക്കും. ആ ഡ്രൈവർ സീറ്റിൽ ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഗിയർ മാറ്റേണ്ട ചുമതല എൻ്റേത് മാത്രമാണ്. ശരിയല്ലേ? കോ പാസഞ്ചർ വന്ന് ഗിയർ മാറ്റി തരില്ല. അതിനാണ് സുജിത് ഖാൻ സാർ ഇത്രയും എന്താ പറയുക, ഓരോ സ്ലൈഡിലും ഓരോ ജീവിതങ്ങളുണ്ട്. ശരിയല്ലേ? ഈ കഴിഞ്ഞ സ്ലൈഡിലൊക്കെ എൻ്റെ ജീവിതം ഉണ്ടായിരുന്നു. സുജിത് സാർ എടുത്ത ഓരോ സ്ലൈഡിലും റൂബിയിൽ നിൽക്കുന്ന ഞാനതിലുണ്ടായിരുന്നു, പേളിൽ നിൽക്കുന്ന ഞാനതിലുണ്ടായിരുന്നു, എംബ്രാൾഡിൽ നിൽക്കുന്ന ഞാനതിലുണ്ടായിരുന്നു, ഡയമണ്ട് ആയതിനു ശേഷം ട്രീ നഷ്ടപ്പെട്ട ഞാനതിലുണ്ടായിരുന്നു, 2025 വീണ്ടും ട്രീ നഷ്ടപ്പെട്ട ഞാനതിലുണ്ടായിരുന്നു, ഇനിയിപ്പോൾ തിരിച്ച് എവറസ്റ്റ് കയറാൻ പോകുന്ന ഞാനും അതിനകത്തുണ്ട്. ശരിയല്ലേ? ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, നിലവിൽ വിവയുടെ അഡ്വാൻസ്മെന്റ് പ്ലാൻ നമ്മൾ ശ്രദ്ധിച്ചു. ശരിയല്ലേ? എത്ര എളുപ്പത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള എത്രയോ സാഹചര്യങ്ങൾ അതിനകത്തുണ്ട്. ഓരോ ഡ്രീം സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ എഴുതി വെച്ച് പോയ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന കോമ്പൻസേഷൻ പ്ലാനായിട്ട്, ഇന്റർനാഷണൽ കോമ്പൻസേഷൻ പ്ലാനായിട്ട് നമ്മുടെ കോമ്പൻസേഷൻ പ്ലാനും മാറിക്കഴിഞ്ഞു. ഞാനൊന്ന് മാറിയാൽ, ഞാൻ മാറാത്ത കാരണം കൊണ്ട് എൻ്റെ കൊച്ചിന് അർഹതപ്പെട്ട ഇന്റർനാഷണൽ സ്കൂളിലെ അഡ്മിഷൻ ലഭിക്കാതെ പോകരുത്. ഇതായിരിക്കണം എൻ്റെ പ്രാർത്ഥന. ഞാനൊന്ന് മാറാത്ത കാരണം കൊണ്ട് എൻ്റെ കുടുംബത്തിന് അർഹതപ്പെട്ട 2.5 ലാഖ് ലഭിക്കാതെ പോകരുത്. ഞാനൊന്ന് മാറാത്തത് കൊണ്ട് എൻ്റെ കൊച്ചുങ്ങൾക്ക് അർഹതപ്പെട്ട പോർഷെ 911 ലഭിക്കാതെ പോകരുത്. ഞാനൊന്ന് മാറാത്ത കാരണം കൊണ്ട്, ഞാൻ മടി പിടിച്ച കാരണം കൊണ്ട് എൻ്റെ കുടുംബത്തിന് ബുർജ് ഖലീഫയിൽ അപ്പാർട്ട്മെന്റ് ലഭിക്കാതെ പോകരുത്. ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡയമണ്ട് മീറ്റിന് പോകുന്നതിന് മുമ്പ് അഭിലാഷ് സാർ ഞങ്ങൾക്കൊരു